ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ രുചികരമായ സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത എരിശ്ശേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എരിശ്ശേരി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: മത്തങ്ങ ചെറുതായി എരിഞ്ഞത് 1/2 കിലോ, നാളികേരം ചിരവിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം, കുഞ്ഞുള്ളി 5 എണ്ണം, വേപ്പില 2 തണ്ട്, ഉണക്കമുളക് 3 എണ്ണം, കടുക് 1/4 ടീസ്പൂൺ, ഉണക്കപ്പയർ 1 കപ്പ്, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഒരു കുക്കർ എടുത്ത് പയറിട്ടതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത പയറിലേക്ക് 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. കുക്കർ 3 വിസിൽ അടിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നാൽ മതി. വെന്ത പയറിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം യോജിപ്പിച്ചെടുക്കണം. അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം. അതിനുശേഷം കുക്കറിൽ 2 വിസിൽ അടിക്കുന്നത് വരെ ഒന്നുകൂടി വേവിക്കണം. നേരത്തെ ചിരവി വെച്ച നാളികേരത്തിൽ നിന്ന് 2 ടീസ്പൂൺ മാറ്റിവെച്ചതിന് ശേഷം പച്ചമുളക്, ജീരകം, ഉള്ളി എന്നിവ മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായി വെണ്ണ പോലെ അരയേണ്ട ആവശ്യമില്ല. ചട്ടി ചൂടാവുമ്പോൾ വെന്ത പയറും മത്തങ്ങയും ചട്ടിയിലേക്ക് ഒഴിക്കുക. ഒപ്പം തന്നെ അരച്ചു വെച്ച നാളികേരം അതിലേക്കിട്ട് യോജിപ്പിക്കണം. ഒന്ന് തിളച്ചതിന് ശേഷം കറി അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഉണക്കമുളക്, വേപ്പില എന്നിവയിട്ട് ഒന്നുകൂടി മൂപ്പിക്കുക. അതിനുശേഷം മാറ്റിവെച്ച നാളികേരം അതിലേക്കിട്ട് നന്നായി വറുത്തെടുക്കണം. നന്നായി വറുത്തു കഴിഞ്ഞതിന് ശേഷം മത്തങ്ങ പയർ കറിയിലേക്ക് അത് ഇടാം. നല്ല സ്വാദുള്ള മത്തങ്ങ പയർ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. സദ്യകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാണ് എരിശ്ശേരി. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.